എല്ലാവർക്കും PSC നോളജ് 2.0 സ്വാഗതം. നമ്മളിപ്പം നോക്കാൻ പോകുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായത് തിരഞ്ഞെടുക്കൂ. ഓപ്ഷൻ എ ഡൽഹി ബഹദൂർ ഷാ സെക്കൻഡ്, ഓപ്ഷൻ ബി ലക്നൌ ബീഗം ഹസ്രത്ത് മഹൽ, ഓപ്ഷൻ സി കാൺപൂര് നാനാ സാഹിബ്, ഓപ്ഷൻ ഡി ഫൈസാബാദ് ജനറൽ ബക്ത് ഖാൻ. ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ഫൈസാബാദ് ജനറൽ ബക്ത് ഖാൻ എന്നതാണ്. ഫൈസാബാദിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ്. ഫൈസാബാദിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ്. ഡൽഹിയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ സെക്കൻഡും ബക്ത് ഖാനുമായിരുന്നു. ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡും ബക്ത് ഖാനും, ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂരിലെ നാനാ സാഹിബ്, ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. ഝാൻസിയിലാണ് ആരാണ്? ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. മീററ്റില് കദം സിംഗ്. മീററ്റിൽ ആരാണ്? കദം സിംഗ് ആണ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ, 1857 കലാപവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1. 1857 കലാപത്തെ അടിസ്ഥാനമാക്കി ഗ്രേറ്റ് റിബല്യൻ എന്ന കൃതി രചിച്ചത് RC മജുംദാർ ആയിരുന്നു. 2. 1857 വിപ്ലവ സമയത്ത് ബറേലിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഖാൻ ആയിരുന്നു. 3. 1857 കലാപത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ സി 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ ശരിയാണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ശരിയാണ്. 1 തെറ്റാണ്. 1857 കലാപത്തെ അടിസ്ഥാനമാക്കി ഗ്രേറ്റ് റിബല്യൻ എന്ന കൃതി രചിച്ചത് അശോക് മേത്തയാണ്. അപ്പൊ ഗ്രേറ്റ് റിബല്യൻ എന്ന കൃതി രചിച്ചത് ആരാണ്? അശോക് മേത്ത. അശോക് മേത്തയാണ്. 1857 വിപ്ലവ സമയത്ത് ബറേലിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഖാൻ ആയിരുന്നു. ബറേലിയിൽ ബഹദൂർ ഖാൻ ആണ്. 1857 കലാപത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? കൻവർ സിംഗ് ആണ്. 1857 കലാപത്തിൽ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? കൻവർ സിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1857 മഹത്തായ വിപ്ലവത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. 2. കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് പേഷ്വ ബാജിറാവുവിന്റെ ദത്തുപുത്രനായ നാനാ സാഹിബ്. 3. വിപ്ലവത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് താന്തിയ തോപ്പിയാണ്. 4. ബീഹാറിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. ഓപ്ഷൻ എ 1, 3, 4 എന്നിവ മാത്രം. ഓപ്ഷൻ ബി 1, 2, 3, 4 എന്നിവ. ഓപ്ഷൻ സി 1, 2, 3 എന്നിവ മാത്രം. ഓപ്ഷൻ ഡി 2, 3, 4 എന്നിവ മാത്രം. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 3ഉം 4ഉം ശരിയാണ്. എല്ലാം ശരിയാണ്. 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെ ആയിരുന്നു. ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ നാനാ സാഹിബ് പേഷ്വ ബാജിറാവുവിന്റെ ദത്തുപുത്രനാണ്. അപ്പൊ കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? നാനാ സാഹിബാണ്. ഇദ്ദേഹം പേഷ്വ ബാജിറാവുവിന്റെ ദത്തുപുത്രനായിരുന്നു. വിപ്ലവത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് ആരാണ്? താന്തിയ തോപ്പി. വിപ്ലവത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് താന്തിയ തോപ്പിയാണ്. ബീഹാറിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. ബീഹാറിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ക്യാൻസർ ദിനം ആചരിക്കുന്നത് എന്ന്? ലോക ക്യാൻസർ ദിനം ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ ഫെബ്രുവരി 4, ഓപ്ഷൻ ബി ഫെബ്രുവരി 2, ഓപ്ഷൻ സി ഫെബ്രുവരി 5, ഓപ്ഷൻ ഡി ഫെബ്രുവരി 6. എന്നാണ് ലോക ക്യാൻസർ ദിനം? ആൻസർ ഓപ്ഷൻ എ ഫെബ്രുവരി 4. അപ്പൊ ലോക ക്യാൻസർ ദിനം എന്നു വെച്ചാൽ ഫെബ്രുവരി 4. ദേശീയ ക്യാൻസർ അവബോധ ദിനം എന്നാണ്? നവംബർ 7. ദേശീയ ക്യാൻസർ അവബോധ ദിനം നവംബർ 7. അടുത്ത ക്വസ്റ്റ്യൻ, കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2024 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത്? 2024 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റഫീഖ് അഹമ്മദ്, ഓപ്ഷൻ ബി പ്രഭ വർമ്മ, ഓപ്ഷൻ സി KG ശങ്കരപിള്ള, ഓപ്ഷൻ ഡി ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്. ആൻസർ ഓപ്ഷൻ എ റഫീഖ് അഹമ്മദ്. 2024 കടമ്മനിട്ട പുരസ്കാരം റഫീഖ് അഹമ്മദിനായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ കണക്കു പ്രകാരം കഴിഞ്ഞ 9 വർഷത്തിനിടെ ഇന്ത്യയിൽ ദാരിദ്ര്യമുക്തി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം? ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി ഒഡീഷ. ആൻസർ ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ആണ്. നീതി ആയോഗിന്റെ കണക്കു പ്രകാരം കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ദാരിദ്ര്യമുക്തി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതി? സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതി? ഓപ്ഷൻ എ പ്രധാനമന്ത്രി മുദ്രാ യോജന, ഓപ്ഷൻ ബി പ്രധാനമന്ത്രി കൗശൽ യോജന, ഓപ്ഷൻ സി പ്രധാനമന്ത്രി സൂര്യോദയ യോജന, ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി വികാസ് യോജന.
ആൻസർ ഓപ്ഷൻ എ പ്രധാനമന്ത്രി മുദ്രാ യോജന. അപ്പൊ സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന. പ്രധാനമന്ത്രി മുദ്രാ യോജന. അടുത്ത ക്വസ്റ്റ്യൻ, 2026 ഫുട്ബോൾ ലോകകപ്പിൽ മത്സരിക്കുന്ന ടീമുകൾ എത്ര? 2026 ഫുട്ബോൾ ലോകകപ്പിൽ മത്സരിക്കുന്ന ടീമുകൾ എത്ര? ഓപ്ഷൻ എ 46, ഓപ്ഷൻ ബി 48, ഓപ്ഷൻ സി 45, ഓപ്ഷൻ ഡി 42. ആൻസർ ഓപ്ഷൻ ബി 48. അപ്പൊ 2026 ഫുട്ബോൾ ലോകകപ്പിൽ മത്സരിക്കുന്ന ടീമുകൾ 48. 2026 ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ US, കാനഡ, മെക്സിക്കോ. US, കാനഡ, മെക്സിക്കോ ആണ് 2026 ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ. ഫൈനൽ മത്സരവേദി എവിടെയാണ്? ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്ന US ആണ്. ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്നത് US ആണ്. അപ്പൊ 2026 ഫുട്ബോൾ ലോകകപ്പിൽ മത്സരിക്കുന്ന ടീമുകൾ 48 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1921 പ്രഥമ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? 1921 പ്രഥമ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ ഒറ്റപ്പാലം, ഓപ്ഷൻ ബി ആലുവ, ഓപ്ഷൻ സി തൃശൂർ, ഓപ്ഷൻ ഡി കോഴിക്കോട്. ആൻസർ ഓപ്ഷൻ എ ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് വെച്ചാണ് 1921 പ്രഥമ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത്. അപ്പൊ പ്രഥമ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഒറ്റപ്പാലത്ത് വെച്ച്. ഏത് വർഷം? 1921. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെന്നീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, വൈകുണ്ഠസ്വാമികളാണ്. അപ്പൊ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെന്നീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂർ രാജഭരണത്തെ അനന്തപുരത്തെ നീചന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമിയാണ്. എന്നാൽ തിരുവിതാംകൂർ രാജഭരണത്തെ അനന്തപുരത്തെ നീചന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആര് തന്നെയാണ്? വൈകുണ്ഠസ്വാമിയാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാരാണ്? വൈകുണ്ഠസ്വാമിയാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. മുന്തിരിക്കിണർ എന്ന ആശയം ആരുടെയാണ്? വൈകുണ്ഠസ്വാമിയുടെയാണ്. മുന്തിരിക്കിണർ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. വൈകുണ്ഠസ്വാമികൾ അയ്യാ വൈകുണ്ഠൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. മുത്തുക്കുട്ടി എന്നായിരുന്നു വൈകുണ്ഠസ്വാമികളുടെ കുട്ടിക്കാലത്തെ പേര്. അപ്പൊ വൈകുണ്ഠസ്വാമികളുടെ കുട്ടിക്കാലത്തെ പേരെന്താണ്? മുത്തുക്കുട്ടി. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന്, ദൈവമൊന്ന് എന്ന് പറഞ്ഞതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അപ്പൊ ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന്, ദൈവമൊന്ന് എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്? വൈകുണ്ഠസ്വാമികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ് ആര്? ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ് ആര്? ഓപ്ഷൻ എ VT ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ ബി പ്രേംജി, ഓപ്ഷൻ സി MR ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ ഡി ആര്യപള്ളം. ആരാണ് ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രേംജി ആണ്. അപ്പൊ പ്രേംജിയുടെയാണ് ഋതുമതി എന്ന നാടകം. MB ഭട്ടതിരിപ്പാടിന്റെ തൂലികാനാമമാണ് പ്രേംജി. MB ഭട്ടതിരിപ്പാടിന്റെ തൂലികാനാമമാണ് പ്രേംജി. അപ്പൊ പ്രേംജിയുടെ നാടകമാണ് ഋതുമതി. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ യുവജന ദിനം ആചരിക്കുന്നത് എന്ന്? ദേശീയ യുവജന ദിനം ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ ജനുവരി 12, ഓപ്ഷൻ ബി ജനുവരി 10, ഓപ്ഷൻ സി ജനുവരി 6, ഓപ്ഷൻ ഡി ജനുവരി 11. ആൻസർ ഓപ്ഷൻ എ ജനുവരി 12. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 ആണ് ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. നമ്മളിന്ന് നോക്കിയത് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. തുടർന്നും ഇതുപോലുള്ള വീഡിയോസിനായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കുകയും ചെയ്യുക. താങ്ക്